വിദേശത്ത് ജോലിക്ക് പോയ ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതത്തെ കുറിച്ച് വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 2023-നും 25-നും ഇടയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നതിനിടെ 800-ലധികം ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളികളാണ് മരണപ്പെട്ടത് എന്ന വാർത്തകളാണ് ലഭിക്കുന്നത്. ഏറ്റവും ആശ്ചര്യകരമായ കാര്യം ഈ മരണങ്ങളിൽ 55% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മാത്രമാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ശരാശരി ആഴ്ചയിൽ കഴിഞ്ഞ മാസം ഖത്തറിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ മരിച്ചതിനു ശേഷം ആഴ്ചയിൽ 3 തൊഴിലാളികൾ വീതം യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഈ വിഷയത്തിൽ സുരക്ഷയെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ പട്ടികയിൽ സൗദി അറേബ്യയാണ് 1-ാം സ്ഥാനത്ത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയത് സൗദി അറേബ്യയിലാണ്. 182 പേരാണ് സൗദി അറേബ്യയിൽ മരണമടഞ്ഞിരിക്കുന്നത്. അതായത് ആഴ്ചയിൽ 1-ലധികം ഇന്ത്യൻ തൊഴിലാളികൾ ജീവൻ നഷ്ടപ്പെടുന്നു. തൊട്ടു പിന്നാലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇവിടെ 128 മരണങ്ങളാണ് ആഴ്ചയിൽ സംഭവിക്കുന്നത്. ഇതിനു പുറമെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ കേസുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ കഠിനമായ പോരാട്ടങ്ങളെയാണ് ഇത് എടുത്തു കാണിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തെലങ്കാന NRI മൈഗ്രന്റ് അസോസിയേഷനും വിദഗ്ധരും പറയുന്നതനുസരിച്ച് ഈ മരണങ്ങൾക്ക് പിന്നിൽ നിരവധി പ്രധാന കാരണങ്ങളുണ്ട്. അതിലൊന്ന് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ്. തൊഴിലാളികൾ ഹെൽമറ്റ്, ഷൂസ്, കയ്യുറകൾ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ കമ്പനികൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. 2, അപകടകരമായിട്ടുള്ള താപനിലയിൽ ഇവർ ജോലി ചെയ്യുന്നത് കൊണ്ട് സൂര്യാഘാതം അടക്കമേറ്റ് ഇവർ മരണപ്പെടുന്നു എന്നുള്ളതാണ്. മിക്ക ഇന്ത്യക്കാരും ഗൾഫ് രാജ്യങ്ങളിൽ നിർമ്മാണം, റീറ്റെയിൽ, വെയർഹൌസുകൾ, ഓട്ടോമൊബൈൽസ് തുടങ്ങിയ മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.